ആറന്മുളയിൽ തിരുവോണത്തോണി മുങ്ങി. തോണിക്ക് ദ്വാരം വീണതാണ് അപകടത്തിന് കാരണം എന്നാണ് വിമർശനം. ദേവസ്വം ബോർഡിന്റെ പരിചരണ ഇല്ലായ്മയാണ് തോണിയുടെ കേടുപാടിന് കാരണമായത്. തിരുവോണത്തോണിയുടെ മണ്ഡപത്തിന്റെ മുകുടം ഇളകിപ്പോയി. 2022 നിർമ്മിച്ചതായിരുന്നു പുതിയ തിരുവോണത്തോണി. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുല്, വളരെ സങ്കടമുണ്ടാക്കുന്ന, വളരെ ദുഃഖകരമാണ് ഏതൊരു ഭക്തനെയും സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച. കാരണം തിരുവോണ നാളിൽ ആറന്മുളയിലെ പാർത്ഥസാരഥിക്ക് വിഭവങ്ങൾ കൊണ്ടുവരുന്ന, കാട്ടൂരിൽ നിന്നും വിഭവങ്ങളുമായി എത്തുന്ന തിരുവോണത്തോണിയാണ് പമ്പയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയുടെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണല്ലോ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ. ഗോകുൽ, ഗൗതം, അങ്ങനെ തന്നെയാണ്. അതായത് ദേവസ്വം ബോർഡിന്റെ പരിചരണക്കുറവ് കൊണ്ട് മാത്രമാണ്, നോട്ടപ്പിഴ കൊണ്ട് മാത്രമാണ് ഇത്രമാത്രം കേടുപാടുകൾ ആ തിരുവോണത്തോണിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആറന്മുളയിലെ തിരുവോണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ തിരുവോണത്തോണി എന്ന് പറയുന്നത്. ആ ചടങ്ങുകൾ ആരംഭിക്കുവാനായിട്ട് ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം അവശേഷിക്കുമ്പോഴാണ് ഈ രീതിയിൽ തിരുവോണത്തോണിക്ക് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. തോണിക്ക് വിള്ളൽ വീണുകൊണ്ട്, അതിൽ ദ്വാരം വീണുകൊണ്ട് അത് വെള്ളം കയറി മുങ്ങുന്ന ഒരു സാഹചര്യമാണ്. പമ്പയാറ്റിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു ആ തിരുവോണത്തോണി. ഇപ്പോൾ അത് കരക്കെത്തിച്ച് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിൽ അതിന്റെ മകുടം പൂർണ്ണമായിട്ടും, അതിന്റെ മണ്ഡപത്തിലുള്ള മകുടം പൂർണ്ണമായിട്ടും നശിച്ചുപോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു ശ്രദ്ധക്കുറവ് വീഴ്ച തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഈ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്, ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവോണത്തിന്റെ തലേ ദിവസം, അതായത് ഉത്രാടം നാളിലാണ് തിരുവോണത്തോണി കാട്ടൂർ ഇല്ലത്തിൽ നിന്നും പമ്പാ നദിയിലൂടെ തിരുവാറന്മുള അപ്പനുള്ള വിഭവങ്ങളുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്. അത് വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ആറന്മുളയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 2022 പുതിയതായി നിർമ്മിച്ചതാണ് ഈ തിരുവോണത്തോണി എന്നതാണ്. അതായത് 4 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച തോണിയാണ്. അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കേടുപാടുകൾ വരുന്നത്? കാരണം ഒരു തോണി നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കാലപരിധി എന്താണെന്ന് സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത്ര പെട്ടെന്ന് അതിന് കാലപ്പഴക്കം വരുന്നു എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് ദ്വാരങ്ങളും മറ്റും ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ, അതിൻ്റെ നിർമ്മാണം തൊട്ട് തന്നെ ഇങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ടല്ലോ ഗൂഗിൾ. തീർച്ചയായിട്ടും ഗൗതം, അങ്ങനെ തന്നെയാണ്. ഈ കേവലം 4 വർഷത്തിനുള്ളിലാണ് ഈ തോണിക്ക് ഈ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഈ പറയുന്നത് പോലെ തന്നെ നിർമ്മാണത്തിലുള്ള അപാകതകളടക്കം സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി ആരോപിക്കപ്പെടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ഇത് ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ആ ഒരു സമയപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തോണി അനാഥമാണ്. പ്രത്യേകിച്ച് അതിനെ സൂക്ഷിക്കുന്നതിനോ അതിനെ കൈകാര്യം ചെയ്യുന്നതിനോ ഒന്നിന് യാതൊരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതായത് ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് പരിചരിക്കുന്നതിനും അതിനെ കൃത്യമായിട്ട് കയറ്റിവെക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെയുള്ള സൗകര്യങ്ങളുടെയൊക്കെ അപര്യാപ്തതയുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നോട്ടപ്പിശക് ഉണ്ടായിട്ടുണ്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഗൂഗിൾ, ഇനിയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തിരുവോണമാണല്ലോ. അപ്പോൾ ഉത്രാടം രാത്രിയിൽ തിരുവോണത്തോണി എത്തേണ്ടതാണ്. ആറന്മുളയിലേക്ക് ഈ അയിരൂരിൽ നിന്നും യാത്ര തിരിക്കണം. അപ്പോൾ ആദ്യം അയിരൂരിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ മുങ്ങിയ തിരുവോണത്തോണിയിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തി ഈ ചടങ്ങുകൾ നടത്താനാണോ ഇപ്പോൾ ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നിലവിലിപ്പോൾ അതിന്റെയുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് മുങ്ങിയ തോണി അത് പൊക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഉണ്ടായിട്ടുള്ള വീഴ്ചയിൽ കടുത്ത ഭക്തജന പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ വിമർശനങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആചാരങ്ങളിൽ പോലും ദേവസ്വം ബോർഡ് തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വീഴ്ചയും അനാസ്ഥയും ഒക്കെ തന്നെ വലിയ പരാതികൾക്കടക്കം മുമ്പും ഇടവരുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ നിന്നൊന്നും തന്നെ ദേവസ്വം ബോർഡ് പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും ഈ രീതിയിലുള്ള അനാസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഭക്തജനങ്ങൾ ഇതിൽ വലിയ മനോവിഷമത്തിലാണ്. അവർ വലിയ വിമർശനവും പരാതിയും ഇതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇനി ദിവസങ്ങൾ കൂടി മാത്രമാണ് ഈ ചടങ്ങുകൾക്കൊക്കെ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അറ്റകുറ്റപ്പണി നടത്തിയാൽ പോലും അതിന്റെ ഒരു വിശ്വാസ്യത, അല്ലെങ്കിൽ അതിന്റെ എത്രമാത്രം അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഓക്കെ,
ഓക്കെ, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്. ആറന്മുളയിൽ തിരുവോണത്തോണി മുങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ലൈവ് റിപ്പോർട്ട്സ് ഈ ഘട്ടത്തിൽ വിശദമായി ചർച്ച ചെയ്തത്. പ്രേക്ഷകർക്കറിയാം, ഇനിയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തിരുവോണമാണ്. ഉത്രാടനാൾ രാത്രിയിലാണ് അയിരൂരിൽ നിന്നും പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി പമ്പാ നദിയിലൂടെ ഈ തിരുവോണത്തോണി പാർത്ഥസാരഥിയുടെ സന്നിധിയിലേക്ക് വിഭവങ്ങളുമായി എത്തേണ്ടത്. കാട്ടൂർ ഇല്ലത്ത് നിന്നും കൊടുത്തുവിടുന്ന ഈ വിഭവങ്ങൾ നൂറ്റാണ്ടുകളായി തന്നെ ആറന്മുളയിലേക്ക് തിരുവോണനാളിലെത്തുന്ന ആചാരം നിലനിൽക്കുന്നു. അപ്പോൾ ആ ആചാര പദ്ധതിയെ തന്നെ അധിക്ഷേപിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവോണത്തോണി മുങ്ങി എന്ന് പറയുന്നത് ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നതാണ്. എന്തായാലും ഇതിൽ അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം ഈ തിരുവോണത്തോണിയിൽ തന്നെ ഈ വർഷവും തിരുവോണ നാളിൽ വിഭവങ്ങൾ എത്തിക്കുവാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.